അതിനൊരു തണൽ കൊടുക്കണം. അതിൻ്റെ കണക്കിങ്ങനെ ഒരു പ്രാർത്ഥനയെല്ലാം വിളിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ കണക്കിങ്ങനെ ഒരു വിളിയുണ്ട്. ദൈവത്തെ ഒന്ന് ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് അല്ലേ വായുസഞ്ചാരം കിട്ടുക. കല്ലാടിമാരുടേതായിരിക്കുന്ന കരം കൊണ്ട് അല്പ നേരം കിട്ടുക. എങ്കിലും സ്വർഗതുല്യമായിരിക്കുന്ന സന്തോഷം ജീവിതം കൊണ്ട് മുത്തപ്പൻ തരണം. സന്താനങ്ങളില്ലാത്ത ജീവിതം അന്ധകാരമില്ലെന്നാ പറയാ. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ജീവിതം ഇരുട്ടിലാണ്. ഇത്ര കാലവും ഇത്ര നാളും എൻ്റെ അരികിലുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് എന്നിൽ നിന്ന് അകലെയാണുള്ളത് അല്ലേ? ഞങ്ങൾക്ക് ഇരുട്ട് വന്നാലും അതിനെ ഇരുട്ട് കൊടുക്കരുത്. അതിനെ നല്ല പ്രഭയിലൂടെ നല്ല വെളിച്ചത്തിലൂടെ എത്തിക്കണം. മുത്തപ്പൻ നാശവും മാറ്റി പടമക്കടക്കമുള്ള ഒരു ശക്തിയും ബുദ്ധിയൊക്കെ ജീവിതം കൊണ്ട് തന്ന് സുഖതുല്യമായിരിക്കുന്ന സന്തോഷം പിടിക്കുന്നത് പിടിച്ച കയ്യിലേക്ക് ഇന്ന് കണ്ടതിലും വലിയായിരിക്കുന്ന മഹാഭാഗ്യം ഈ ദൈവം തന്നാൽ പോരെ. എന്തിനാ നാളെ ചോദിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുന്നുണ്ട് ഇല്ലേ? എല്ലാവർക്കും വേണ്ടി നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? എന്താ നല്ല കന്മഷങ്ങൾ വന്നു മനസ്സിൽ കളവ് ചെയ്യാൻ തോന്നുന്നുണ്ട് മനസ്സ് ഇല്ല. കളവ് ചെയ്താൽ ആ ഒരു സുഖം അല്പനേരത്തേക്ക് കിട്ടും അല്ലേ? ദീർഘകാലത്തേക്ക് നിത്യേന സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? സൂര്യകുലാലങ്കാരമായിരിക്കുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ പോലെ എന്ത് ജീവിതത്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് എൻ്റെ സത്യമാണ് ഏറ്റവും വിലപ്പെട്ട ആയുധം എന്ന മനസ്സിൻ്റെ പ്രാർത്ഥന ഒന്ന് ചെന്നാവട്ടെ. കൈവിടാതെ മുഖത്തിൻ്റെ കാണുമ്പോൾ ലക്ഷ്യം പൂർണ്ണതയെങ്കിലേക്ക് എത്തിച്ചു.